ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാനൊരു ജോക്കറിനെ പോലെ കൊമ്പൊക്കെ വെച്ച് മോന്തിക്ക് വെള്ളം കിട്ടിയിട്ട് പ്ലീസ്. അപ്പോൾ ഇത് ഞാൻ കുറേ ഇയേഴ്സ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. എനിക്ക് പേഴ്സണലി അതുപോലെ എൻ്റെ വീട്ടുകാരും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് കാണാം ഏതാണെന്ന് വെച്ചാൽ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാക്ക് കാണാം, കമാൺ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു 3 കവേഴ്സ് എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മുൾട്ടാണി മുട്ടി, പിന്നെ അതുപോലെ കസ്തൂരി മഞ്ഞൾ, ബീട്രൂട്ട് പൗഡർ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബൗൾ എടുത്തിട്ട് ഈ 3 പൗഡേഴ്സ് മിക്സ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ കടലമാവ് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക്ഡാണ്, അതുകൊണ്ട് തന്നെ കടലമാവ് മിക്സ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്താണ്. പിന്നെ നമുക്ക് തൈരിലോ പാലിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചേരുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൈകൊണ്ടാണ് ഫുൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചില ആൾക്കാർക്ക് തൈരോ അല്ലെങ്കിൽ പാലോ ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ളവർക്ക് വെള്ളത്തിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ തന്നെ വേണമെന്നൊന്നുമില്ല, നോർമൽ മഞ്ഞളാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ബീട്രൂട്ട് പൗഡർ, ഈ വക ഐറ്റംസൊക്കെ നമുക്ക് പർപ്പിൾ പോലുള്ള ആപ്സിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യുക. ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. ഒരു 20 മിനിറ്റ്സ് ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ മതി. ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കല്, കാരണം കുറേ കഴിയുമ്പോൾ സ്കിന്നിൽ ചുളിവ് വരും. കാരണം ഡ്രൈ ആകുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി വാഷ് ചെയ്ത് കളയും. സോ ഇനി റിസൾട്ട് അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് മാത്രമല്ല, കണകളും അതുപോലെ ബീട്രൂട്ട് പൗഡറൊക്കെ നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. സോ അതാണ് ഈ 3 ഇയേഴ്സ് ആയിട്ട് ഇത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള. സോ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.